നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരച്ചു കയറിയ SFI. പ്രതിഷേധം MA ഹിസ്റ്ററി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നിന്നും പാലയാട് ക്യാമ്പസിലേക്ക് മാറ്റുന്നതിനെതിരെ വൈസ് ചാൻസലർ RSS ഏജന്റ് എന്ന SFI. തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് VC. ഷൈൻ ടോം ചാക്കോക്കെതിരായ ലഹരി കേസ് ഗൗരവതരമെന്ന് മന്ത്രി P. രാജീവ്. നാട് ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പോരാടുന്നു. സർക്കാർ സംവിധാനങ്ങളെല്ലാം സജ്ജം. നടപടികളിൽ നിന്നും ഒരാൾ പോലും രക്ഷപ്പെടില്ലെന്നും P. രാജീവ്. തകർന്നു കിടക്കുന്ന മരപ്പണി മേഖലയെ സംരക്ഷിക്കാൻ കേരള സർക്കാരുകൾ ഇടപെടണം. മാർച്ചും ധർണയും സംഘടിപ്പിച്ച് കാർപ്പന്ററി വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. സഹകരിച്ച് വിശ്വകർമ്മ യോജന കോർഡിനേഷൻ കമ്മിറ്റിയും. വാർത്തകൾ വിശദമായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി വിഭാഗം മാങ്ങാട്ടുപറമ്പിൽ നിന്ന് പാലയാട് ക്യാമ്പസിലേക്ക് മാറ്റുന്നതിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിപിൻ രാജ് പായം സമരം ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റിയിലേക്ക് SFIക്കാർ ഇരച്ചു കയറുകയായിരുന്നു. വൈസ് ചാൻസലർ RSS ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്ന് വിപിൻ രാജ് പറഞ്ഞു. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സംഘപരിവാറിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്ന് വിപിൻ രാജ് പറഞ്ഞു. നമ്മൾ ഉയർത്താൻ വേണ്ടി മുന്നോട്ട് വന്ന സാഹചര്യത്തിനകത്താണ് ആ തീരുമാനം മാറ്റുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ എത്ര വിഷയങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് മറ്റൊരു വിഷയത്തിനകത്ത് നമ്മൾ ഇവിടെ ഇടപെടുകയുണ്ടായി. കാസർഗോഡ് ജില്ലക്കകത്ത് നീലേശ്വരം ക്യാമ്പസിനകത്തുള്ള 2 ഡിപ്പാർട്ട്മെന്റുകൾ എടുത്തുകൊണ്ട് മറ്റൊരു ക്യാമ്പസ് മറ്റൊരു ജില്ലക്കകത്ത് മാറ്റുകയാണ്. അത്തരത്തിൽ ഏകാധിപത്യ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി ഇയാൾ വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ക്യാമ്പസുകളും പല യൂണിവേഴ്സിറ്റിക്കകത്തും ഇത്തരത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിനകത്ത് മുമ്പ് ഒരു ഗവർണർ ഉണ്ടായിരുന്നു. ആ ഗവർണറുടെ ഒത്താശയോട് കൂടി തന്നെയാണ് പല ക്യാമ്പസിനകത്തും RSSന്റെ ശാഖയായി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ കാലിക്കറ്റിനകത്തും കേരളക്കകത്തും ഉൾപ്പെടെ നമ്മൾ കാണുകയുണ്ടായി. ജില്ലാ പ്രസിഡന്റ് TP അഖില ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശരത് രവീന്ദ്രൻ, K. നിവേദ് എന്നിവർ സംസാരിച്ചു. ഒരു സംഘം സമരക്കാർ അകത്തേക്ക് ഓടിക്കയറി VCയുടെ ചേംബറിന് മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ജോയൽ തോമസ്, അഞ്ജലി സന്തോഷ്, സ്വാതി പ്രദീപ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. എന്നാൽ തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് VC ഉറപ്പു നൽകി. SFIയുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ഈ നടപടി. തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചതായും സിൻഡിക്കേറ്റ് ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും സമരക്കാരെ അറിയിച്ചു. SFI നേതാക്കൾ വൈസ് ചാൻസലറുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനമായത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് ലോറി അപകടത്തിൽപ്പെട്ടതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് പിന്നിൽ നിന്ന് ലോറിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ലോറിയെ മറികടക്കുന്നതിനിടെയാണ് ബസ് പിന്നിൽ നിന്ന് ഇടിച്ചത്. ഇതോടെ നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറി. മരം കടപുഴകി വീഴുകയും ചെയ്തു. മരത്തിലിടിച്ചാണ് ലോറി നിന്നത്. അപകടത്തിൽ ലോറി ഡ്രൈവർ കൊണ്ടോട്ടി സ്വദേശി ജലീലാണ് മരിച്ചത്. പള്ളിക്കുന്നിൽ ഇന്നലെയുണ്ടായ ദാരുണമായ അപകടത്തിൽ ലോറി ഡ്രൈവർ കൊണ്ടോട്ടി സ്വദേശി ജലീലാണ് മരിച്ചത്. അപകടത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ബസിന്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മരത്തിലിടിച്ചാണ് ലോറി നിന്നത്. വെട്ടുകല്ലുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ ക്യാബിനടക്കം പൂർണ്ണമായും തകർന്നു. ലോറിയുടെ ഉടമ ലോറിയുടെ ഇടതുവശത്ത് ഇരിക്കുന്നതിനാലാണ് രക്ഷപ്പെട്ടത്. കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലായാലും കണ്ണൂർ കോഴിക്കോട് റൂട്ടിലായാലും കണ്ണൂർ കാസർഗോഡ് റൂട്ടിലായാലും ലിമിറ്റഡ് സ്റ്റോപ്പ് സ്വകാര്യ ബസ്സുകൾ റോഡിലൂടെ എങ്ങനെയാണ് പായുന്നതെന്നതിന്റെ ഉദാഹരണമാണ് ഈ അപകടമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അശ്രദ്ധമായുള്ള സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം സംബന്ധിച്ച പരാതികൾ വ്യാപകമാണ്. അപകടത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. ലൈസൻസ് റദ്ദു ചെയ്യുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കേരളത്തിൽ മൈക്രോ വ്യവസായങ്ങൾക്ക് വൻ സാധ്യതയാണ് ഉള്ളതെന്നും പ്രായഭേദമന്യേ ആർക്കും സംരംഭകരാകാൻ കഴിയുന്ന അനുകൂല സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും കേരള വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് പുതുതായി വിപണിയിലിറക്കുന്ന ഗാബ റൈസിന്റെ പ്രൊഡക്റ്റ് ലോഞ്ചും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിലെ വിപുലീകരിച്ച കേരള ഗ്രോ വിപണന കേന്ദ്രവും ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിന് കൃഷിവകുപ്പ് മാത്രമല്ല വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാകണം. കേരള സർക്കാർ കൃഷി വികസനത്തിന് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിച്ചാൽ മികച്ച വരുമാനം ലഭിക്കും. ഇത്തരത്തിലുള്ള നിരവധി സംരംഭകരെ സഹായിക്കാൻ സർക്കാരിനായിട്ടുണ്ട്. നബാർഡ് വഴിയും വിവിധ ബാങ്കുകൾ വഴിയും സംരംഭകർക്ക് വായ്പകൾ അനുവദിക്കുന്നുണ്ട്. മൈക്രോ വ്യവസായത്തിൽ കേരളത്തിൽ മികച്ച മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല അതാണ് പുറത്ത് ഇവരുടെ 35 കിട്ടുന്നത് 80 150 1 കിലോ. അപ്പോൾ
ഇത് വാങ്ങിച്ചാൽ 70ന്റെ ഗുണമുണ്ടോ? 70-നേക്കാളെങ്കിലും ഗുണമുണ്ടാവും. ഇപ്പോൾ പറഞ്ഞല്ലോ, ബിപിയുടെ മരുന്ന് കുറയ്ക്കാം, കുറച്ച് കഴിയുമ്പോൾ മറ്റു ജീവിതശൈലി രോഗങ്ങളിലേക്ക് എത്താതിരിക്കാം, പരിശ്രമങ്ങൾ കുറയ്ക്കാം. ഇതിൻ്റെ ഗുണം എന്താണ്? ഇത് നിരത്തി വെച്ച് വാങ്ങിക്കാൻ ചെന്നാൽ കാപ്പ റൈസ് പുതിയ ബ്രാൻഡായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കണം. ആര് നമ്മുടെ സെയിൽസ് നിൽക്കുന്നതാണ്. അവരാണെങ്കിൽ ചിലരാണെങ്കിൽ എന്തിനെങ്കിലും ഒന്നേന്ന് ഹോട്ടലായിരിക്കും ചിലർ നിൽക്കുന്നത് നമ്മുടെ സ്ഥാപനങ്ങളിൽ. ചിലരാണെങ്കിൽ പിന്നെ ഇത് തിരക്കിനിടയിൽ ഇത് പറയാൻ പറ്റിയെന്ന് വരില്ല. അതിൽ തന്നെ ഇതും ഉൾപ്പെടുത്താം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. മുളപ്പിച്ച നെല്ല് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഗാമ അമിനോ ബ്യൂട്രിക്സ് ആസിഡ് അടങ്ങിയിരിക്കുന്ന അരിയാക്കി മാറ്റിയാണ് ഗാബ റൈസ് എന്ന പേരിൽ വിപണിയിലെത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യ സംരംഭമാണിത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ഉൽപ്പന്നം വികസിപ്പിച്ചത്. നബാർഡ് വഴി കമ്പനിക്ക് ധനസഹായവും ലഭിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പ്രൊഡക്റ്റ് ഏറ്റുവാങ്ങി. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ഹാൻഡ്ലൂം വികസന കോർപ്പറേഷൻ ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി പി ജയരാജ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് പി രേണുക, ആത്മ പ്രൊഡക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ, ഡെപ്യൂട്ടി ഡയറക്ടർ സി വി ജിതേഷ്, മയിൽ കൃഷി ഓഫീസർ ജിതിൻ ഷാജു, ജില്ലാ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ, മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ കെ കെ രാമചന്ദ്രൻ, എം ഡി കെ കെ ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. സിനിമാ താരം ദിലീപ് മാടായിക്കാവിൽ ദർശനം നടത്തി. രാവിലെയായിരുന്നു നടൻ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേർന്നത്. തളിപ്പറമ്പ് രാജരാജേശ്വരൻ ക്ഷേത്രത്തിലും നടൻ ദർശനം നടത്തി. ക്ഷേത്രത്തിലെത്തി പൊന്നിൻ കുടം വെച്ച് തൊഴുതായിരുന്നു പ്രാർത്ഥന. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരച്ചു കയറി SFI. പ്രതിഷേധം MA ഹിസ്റ്ററി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നിന്നും പാലയാട് ക്യാമ്പസിലേക്ക് മാറ്റുന്നതിനെതിരെ വൈസ് ചാൻസലർ RSS ഏജന്റ് എന്ന SFI. തീരുമാനം പുനർപരിശോധിക്കാമെന്ന് VC. ഷൈൻ ടോം ചാക്കോക്കെതിരായ ലഹരി കേസ് ഗൗരവതരമെന്ന് മന്ത്രി P രാജീവ്. നാട് ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പോരാടുന്നു. സർക്കാർ സംവിധാനങ്ങളെല്ലാം സജ്ജം. നടപടികളിൽ നിന്നും ഒരാൾ പോലും രക്ഷപ്പെടില്ലെന്നും P രാജീവ്. തകർന്നു കിടക്കുന്ന മരപ്പണി മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെടണം. മാർച്ചും ധർണയും സംഘടിപ്പിച്ച് കാർപ്പന്ററി വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. സഹകരിച്ച് വിശ്വകർമ്മ യോജന കോർഡിനേഷൻ കമ്മിറ്റിയും. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വീണ്ടും വാർത്തയിലേക്ക്. ലഹരിക്കെതിരെയുള്ള പരാതികളിൽ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് പറഞ്ഞു. കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നാട് ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള നടപടികളിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ലെന്നും മന്ത്രി P രാജീവ് പറഞ്ഞു. പോലീസ്, എക്സൈസ് ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഏതു മേഖലയിലുള്ളവരായാലും ലഹരിക്കെതിരെയുള്ള നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു. ഗൗരവമായി തന്നെയാണ് കേരളം കണ്ടിട്ടുള്ളത്. കേരളത്തിലെ പോലീസ്, എക്സൈസ് സംവിധാനങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ആ കേസിൻ്റെ കാര്യങ്ങളിപ്പോൾ പോലീസിൻ്റെ അന്വേഷണ സംവിധാനത്തിലാണ്. എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റു പരാതികളും ആ രൂപത്തിൽ തന്നെ അന്വേഷണത്തിലേക്ക് വിധേയമാകും. എന്തായാലും ഇത്തരം പ്രവണതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകേണ്ടതില്ല.
ഞാൻ പറഞ്ഞത് അവർ നൽകിയ പരാതിയെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ കേട്ടില്ല. അന്വേഷണവുമായി സഹകരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഷൈൻ ടോം ചാക്കോ കേസിൽ നേരത്തെ കൊക്കെയിൻ കേസിൽ നടപടി എടുക്കാത്തതാണ് ആവർത്തിക്കപ്പെട്ടത്. അന്ന് ആരാണ് സംസ്ഥാനം ഭരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം. അവരൊക്കെ അന്ന് ഓരോ സ്ഥാനങ്ങളിൽ ഇരുന്നവരാണെന്നും പി രാജീവ് പറഞ്ഞു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ കേസ് ഗൗരവമായി തന്നെയാണ് പോലീസും എക്സൈസും കണ്ടിട്ടുള്ളത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വിൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. ആരും നിയമത്തിന് അതീതരാകില്ല, ഒരു മേഖലയും നിയമത്തിന് അതീതമാകില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ടോക്കിയോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്യൂക്കു ഷിങ്കാൻ ഇന്റർനാഷണലിന്റെ ഇന്ത്യ ബ്രാഞ്ച് ചീഫ് റൺഷി ശിഹാൻ SV അബ്ദുൾ ലത്തീഫിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ചയായി നടന്നുവന്ന ക്യാമ്പും ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗും സമാപിച്ചു. ഉത്തരാഖണ്ഡ് ഡെറാഡൂണിൽ നിന്നും 5 പേർ, തമിഴ്നാട് കോയമ്പത്തൂരിൽ നിന്നും 3 പേർ, തിരുവനന്തപുരത്ത് നിന്നും ഒരാൾ എന്നിവർ ടെസ്റ്റ് ജയിച്ച് ബ്ലാക്ക് ബെൽറ്റുകൾ നേടി. മധുക്കോത്ത് സോന സിറ്റി റെസിഡൻസ് അസോസിയേഷൻ രൂപീകരണം സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിരവധി നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സംഭവവികാസങ്ങൾ സംഭവിക്കുന്നുണ്ടാകും. അത് ഇതുപോലെ കൂട്ടായ്മകൾ ആവശ്യമാണ്. ഒന്നിച്ചിരുന്ന് നല്ല ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. എല്ലായ്പ്പോഴും നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ്. ഭക്ഷണം കഴിക്കാത്തവരെല്ലാം കണ്ടാത്തറിയാം. ഭക്ഷണം കഴിച്ചിരിക്കുക ഭക്ഷണം അതുപോലെ അനിവാര്യമാണ്. ഭക്ഷണത്തില്ല ഒന്നിച്ചിരുന്ന് ഭക്ഷണം പറയാമെന്ന് പറഞ്ഞാൽ ആ സംഗമത്തിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, കുടുംബകാര്യങ്ങൾ സംസാരിക്കും. എങ്ങനെയാണ് കുടുംബത്തിന് സമാധാനമുണ്ട്, മക്കളും അച്ഛനും അമ്മയും സൗഹാർദ്ദത്തിലാണ്, എല്ലാം ഭംഗമുണ്ടെങ്കിൽ എന്താണ് കാര്യം. ഇത് ഒരു കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സംഭവവികാസങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഡയമണ്ട് പെയിന്റ്സ് MD ടി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. MP നൂറുദ്ദീൻ സ്വാഗതം പറഞ്ഞു. സുരേഷ് മലബാർ, ഡോക്ടർ VP ഹാഷിം തങ്ങൾ, ഡോക്ടർ VP ആദിൽ, ജയരാജ്, മുസമ്മിൽ, VE ഹരികൃഷ്ണൻ, അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മെമ്പർമാരുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാർപ്പൻ്ററി വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും വിശ്വകർമ്മ യോജന കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തൊഴിലാളികൾ കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കലക്ട്രേറ്റ് കവാടത്തിൽ സമാപിച്ചു. KWSA സംസ്ഥാന പ്രസിഡന്റ് P സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. PM വിശ്വകർമ്മ യോജന പദ്ധതിയിൽ മുഴുവൻ കരകൗശല തൊഴിലാളികൾക്കും അംഗത്വം എടുക്കാനുള്ള അവസരം ഒരുക്കുക, നിർത്തിവച്ച രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക, തകർന്നു കിടക്കുന്ന മരപ്പണി മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടുക, 60 കഴിഞ്ഞ മുഴുവൻ മരപ്പണി തൊഴിലാളികൾക്കും 10,000 രൂപ പെൻഷൻ അനുവദിക്കുക, വായ്പ എടുത്ത് കുടിശ്ശികയായ മുഴുവൻ ഫർണിച്ചർ ഷോപ്പുകളുടെയും ജപ്തി നടപടി നിർത്തിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. പക്ഷേ എന്നിരുന്നാലും ഈ കാർപ്പൻ്ററി മേഖലയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി ജോലി ചെയ്തു വരുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മരപ്പണി തൊഴിലാളികളെ ആശാരിപ്പണിക്കാർ. ഇന്ന് അവരുടെ പ്രതിസന്ധി ഗവൺമെന്റിനോ മറ്റുള്ളവർക്കോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും സർക്കാർ അനുവദിച്ചു തരുന്ന ആനുകൂല്യങ്ങൾ നിഷേധാത്മക നിലപാടിലൂടെ ഇവിടെ വിതരണം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ കേരളത്തിലെ ഉദ്യോഗസ്ഥ മേധാവിത്വം. 2023 സെപ്റ്റംബർ മാസം 17-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ 18 വിഭാഗം കരകൗശല തൊഴിലാളികൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി
അവരുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവരുടെ വിഷമതകൾ മനസ്സിലാക്കിക്കൊണ്ട് കാർപ്പൻട്രി വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് പ്രധാനമന്ത്രി അത് പ്രഖ്യാപിച്ചു. 2023 സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വകർമ്മജർക്ക് 13,000 കോടിയുടെ പദ്ധതി PM വിശ്വകർമ്മ യോജന എന്ന പേരിൽ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പരമ്പരാഗത കൈത്തൊഴിൽ എടുക്കുന്ന 18 വിഭാഗങ്ങളാണ് ഗുണഭോക്താക്കൾ. ഈ പദ്ധതി കേരളത്തിൽ വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. പദ്ധതി പ്രഖ്യാപിച്ച് 1.5 വർഷം പൂർത്തിയായിട്ടും ഇതിൽ രജിസ്റ്റർ ചെയ്തവർ വളരെ കുറവാണ്. PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ്, നൈപുണ്യ വികസനം, പണി ആയുധങ്ങളുടെ ആനുകൂല്യം, കുറഞ്ഞ പലിശ നിരക്കിൽ 1 ലക്ഷം രൂപ, ദേശസാൽകൃത ബാങ്കിൽ നിന്നും ലോൺ എന്നീ നടപടിക്രമം നടന്നിട്ടില്ല. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ നിർത്തിവച്ചു. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുടെ അനാസ്ഥ അധികാരികളെ അറിയിക്കാനും പദ്ധതി നടപടി ത്വരിതഗതിയിൽ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണിയും സംഘടിപ്പിച്ച് ജില്ലാ ഭരണാധികാരിക്ക് നിവേദനം സമർപ്പിക്കാനും തീരുമാനിച്ചത്. KSWA കണ്ണൂർ ജില്ലാ സെക്രട്ടറി A. ഉദയകുമാർ പുന്നോൽ സ്വാഗതം പറഞ്ഞു. KSWA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് VV പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. KSWA സംസ്ഥാന സെക്രട്ടറി സജീവൻ തിലാനൂർ, PM വിശ്വകർമ്മ യോജന കോർഡിനേഷൻ പ്രസിഡന്റ് മോഹനൻ കുഞ്ഞുമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി മുണ്ടേരി പഞ്ചായത്ത് തല പ്രഖ്യാപനം പഞ്ചായത്ത് ഹാളിൽ നടന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അനീഷ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുമ്പോൾ അടിസ്ഥാന സൗകര്യം എന്നുള്ള രീതിയിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറി അതിനോടൊപ്പം അവിടെ പഠിക്കാനുള്ള നല്ല രീതിയിലുള്ള അന്തരീക്ഷവും സൃഷ്ടിക്കുക എന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിന് കീഴിലുള്ള പൊതുവിദ്യാലയവും അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ എല്ലാ ചെറിയ സ്കൂളുകളെയും നമ്മുടെ മുദ്രാന്റെ വിദ്യാലയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും മികവാർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു കാലഘട്ടത്തില് അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രീതി എങ്ങനെയായിരിക്കണം, സമഗ്രവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അത് കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഭാരവും ഇല്ലാത്ത രീതിയിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുക. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പൊ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല വിദ്യാഭ്യാസം എങ്ങനെ ലഭ്യമാക്കും എന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. വൈസ് പ്രസിഡന്റ് A. പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ പദ്ധതി ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കണ്ണൂർ നോർത്ത് BPC KC സുധീർ പദ്ധതി വിശദീകരണം നടത്തി. AO ഇൻചാർജ് PC ലതീഷ് ബാബു, വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ P. ഗീത ടീച്ചർ, BRC ട്രെയിനർ EC അതുൽ കൃഷ്ണൻ, മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പ്രധാന അധ്യാപിക റംലത്ത് BV തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. മെയ് ദിനത്തിൽ KSWUവിന്റെ കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഫോക്ലോർ അക്കാദമി മ്യൂസിയത്തിൽ വെച്ചാണ് ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം നടത്തുക. വിജയികൾക്കുള്ള സമ്മാനത്തുകയും പ്രഖ്യാപിച്ചതായി ജില്ലാ സെക്രട്ടറി T. ഗോപകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CATUവിന്റെ ആഭിമുഖ്യത്തിലാണ് മെയ് 1 കേരള ഫോക്ലോർ അക്കാദമി മ്യൂസിയത്തിൽ വെച്ച് ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം നടത്തുന്നതെന്ന് ജില്ലാ സെക്രട്ടറി T. ഗോപകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലാകാരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവ നേടിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കലാകാരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, കലാകാരന്മാരുടെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സംഘടന എന്ന നിലയിലാണ് മെയ് 1 രാവിലെ 10 മണി മുതൽ ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഘാടകർ നൽകുന്ന പാട്ടിനനുസരിച്ച് മാത്രമേ നമ്മൾ മത്സരത്തിന് പരിഗണിക്കുകയുള്ളൂ. മത്സരാർത്ഥികൾക്ക് വേണ്ടുന്ന 5 പാട്ടുകൾ നമ്മൾ നൽകും. ആ പാട്ടിനനുസരിച്ച് വേണം ചുരുങ്ങിയ ദിവസം കൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കുക എന്നതാണ് ഈ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിക്കുമ്പോൾ അവരവർ പഠിച്ച പാട്ടിനനുസരിച്ച് വന്ന് കളിക്കുന്ന ഒരു ഇട വന്നു കഴിഞ്ഞാൽ ഏകദേശം 100 കണക്കിന് എൻട്രികൾ വരും. പക്ഷേ ആ ഒരു ദിവസം കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റില്ല.
ഒരു സംഘടന എന്ന നിലയിൽ ഒരു ആക്ഷേപം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ചുരുങ്ങിയ സമയം കൊടുത്തുകൊണ്ട് പുതിയ പാട്ട് കൊടുത്തുകൊണ്ട് എൻട്രി വളരെ കുറച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. രാവിലെ 10 മണി മുതൽ തുടങ്ങുന്ന മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനക്കാർക്ക് 15,000, 10,000, 5,000 രൂപ വീതം സമ്മാനം ലഭിക്കും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ ഏപ്രിൽ 25-നകം 90 61 83 15 86 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സെക്രട്ടറി അറിയിച്ചു. സംഗീത CP, പവിത്രൻ സ്വരലയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മികച്ച സാമൂഹ്യ സുരക്ഷാ അന്തരീക്ഷം ഉണ്ടായാൽ മാത്രമേ മികച്ച വ്യവസായവും ഉണ്ടാവുകയുള്ളൂ എന്ന് മന്ത്രി P. രാജീവ് കണ്ണൂർ താണ സാധു കല്യാണ മണ്ഡപത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേന കേരളത്തിലേതാണ്. കേരളത്തിലെ മികവാർന്ന ക്രമസമാധാനം വ്യാവസായിക വളർച്ചയിൽ മുഖ്യ പങ്കുവഹിച്ചെന്നും മന്ത്രി പറഞ്ഞു. വിമർശനങ്ങളെക്കാൾ അംഗീകാരമാണ് കേരള പോലീസിന് കിട്ടിയത്. ഉത്തർപ്രദേശിലും UPയിലും നിയമവ്യവസ്ഥ തകർക്കുന്നതിനെതിരെ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു. കേരളത്തിൽ വ്യവസായ തർക്കത്തിന്റെ പേരിൽ അക്രമം ഉണ്ടായിട്ടില്ല. എന്നാൽ കേരളത്തിന് പുറത്ത് അങ്ങനെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം അവസാനം തന്നെ അപ്പോൾ നിങ്ങൾക്കൊരു പാടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത്. UPയെ കുറിച്ച് മാത്രമല്ല എല്ലാവർക്കും ഒരു പാടുണ്ട് പോലീസ്. അടുത്തിടെ ഗുജറാത്ത് കേസിനകത്ത് സുപ്രീം കോടതിയുടെ വേറൊരു നിരീക്ഷണം വന്നു. 19(1)A ആർട്ടിക്കിൾ 19(1)A അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ കേസുകൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യും. ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് IPC ഇപ്പോൾ നമ്മുടെ ശിക്ഷാ നിയമങ്ങളിൽ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നിൽക്കും. അവരൊരു കാര്യം പറഞ്ഞു, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തി മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നൊക്കെ വന്നു പറഞ്ഞാൽ ചാടിക്കേറിയ ഫെയർ ഇടാൻ പാടില്ല. എന്നാണ് സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ഓക്ക അധ്യക്ഷനായിട്ട് ബെഞ്ചിന്റെ ഒടുവിലത്തെ വിധി. ശരിയായ അന്വേഷണം നടത്തണം. കാരണം ജനാധിപത്യത്തിന്റെ ശക്തി അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. മൂലധനം വർദ്ധിപ്പിക്കണമെങ്കിൽ ക്രമസമാധാനത്തിന് വലിയ പങ്കുണ്ട്. മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലെ പോലീസ് സേനയെന്ന് മന്ത്രി പറഞ്ഞു. പ്രതിനിധി സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ബിനു മോഹൻ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ SP KV വേണുഗോപാലൻ, തലശ്ശേരി ASP PB കിരൺ, P. രമേശൻ, PP മഹേഷ്, ജോഷി ജോസ്, PV രാജേഷ്, സിനീഷ് വടവതി, OV ജനാർദ്ദനൻ, M. പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അവതരിപ്പിക്കുന്ന അഖില കേരള വായനോത്സവത്തിന്റെ സംസ്ഥാനതല മത്സരം ഏപ്രിൽ 25 മുതൽ 27 വരെ ധർമ്മശാലയിലുള്ള കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുമെന്ന് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25-ന് വൈകുന്നേരം 4 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനോദ്ഘാടനവും സമ്മാനദാനവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. ഇപ്പോൾ താലൂക്ക്, ജില്ല, ഓരോ ജില്ലയിൽ നിന്നും മത്സരിച്ച് 14 ജില്ലകളിൽ നിന്നുള്ളവരാണ് ഏപ്രിൽ മാസം 25, 26, 27 തീയതികളിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. അതിനു വേണ്ടുന്നുള്ള സ്വാഗതസംഘത്തിൻ്റെ രൂപീകരണം കഴിഞ്ഞ 1.5 മാസം മുമ്പേ അതിൻ്റെ രൂപീകരണമൊക്കെ നടന്നു. ധർമ്മശാലയിൽ വെച്ചായിരുന്നു. ആന്തൂർ മുനിസിപ്പൽ ചെയർമാനായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി, വിപുലമായിട്ടുള്ള ഒരു ജനകീയ കമ്മിറ്റിയാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംവിധാനം അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അവിടെ 56 പേരാണ് മത്സരാർത്ഥികളായിട്ട് വരുന്നത്. അവരെ അക്കമ്പനി ചെയ്തുകൊണ്ടുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെ 185 പേർ. അവിടെ ഒരു 300ഓളം പേരാണ് ഈ 3 ദിവസങ്ങളിലായി അവിടെ താമസിക്കാനും ബാക്കിയുള്ള ഈ ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ വരുന്നത്. 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദുവാണ് ഈ വായനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ഹൈസ്കൂൾ, മുതിർന്നവർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ 56 മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. 25-ന് വൈകുന്നേരം 4 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്യും. 26-ന് രാവിലെ 8:30 മുതൽ 11 മണിവരെ മത്സരാർത്ഥികൾക്കുള്ള എഴുത്തു പരീക്ഷ. 10 മണിക്ക് വരയും വരിയും ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണനും ചിത്രകാരൻ വർഗീസ് കളത്തിലും അവതരിപ്പിക്കും. 11:30 മുതൽ 1 മണിവരെ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ നയിക്കുന്ന ക്വിസ്. 2 മണി മുതൽ 4 മണിവരെ പറശ്ശിനിക്കടവ് ജലയാത്ര. 4:30 മുതൽ 6 വരെ അഭിമുഖം. തുടർന്ന് അഴീക്കോടൻ ചന്ദ്രനും മത്സരാർത്ഥികളും ചേർന്നൊരുക്കുന്ന കൊട്ടും പാട്ടും. വിസ്മയ സ്പോൺസർ ചെയ്ത സെൽഫി പോയിന്റ്. 27-ന് കഥാകൃത്ത് T. പത്മനാഭനും മത്സരാർത്ഥികളും തമ്മിലുള്ള ഉള്ളു തുറന്ന അനുഭവ വിനിമയ നിമിഷങ്ങൾ. തുടർന്ന് സർഗസംവാദം. ബാവുൽ ഗായിക ശാന്തിപ്രിയ അവതരിപ്പിക്കുന്ന ബാബുൾ സംഗീതം.
2:30 സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. എഴുത്തുകാരൻ എം മുകുന്ദൻ മുഖ്യ പ്രഭാഷണം നടത്തും. കെ സുധാകരൻ MP സമ്മാനദാനം നിർവഹിക്കും. KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി എന്നിവർ മുഖ്യ അതിഥികളാവും. വായനോത്സവത്തിനെത്തുന്ന മത്സരാർത്ഥികൾ, ഒഫീഷ്യൽസ്, അതിഥികൾ എന്നിവർക്ക് വേണ്ടിയുള്ള 3 ദിവസത്തെ താമസ ഭക്ഷണ സൗകര്യങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞതായും വിജയൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ P മുകുന്ദൻ മഠത്തിൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുൻ സംസ്ഥാന സ്പോർട്സ് വൈസ് പ്രസിഡന്റും ഗുസ്തി ചാമ്പ്യനുമായ MK രാജരത്നത്തിന്റെ 13ാം ചരമവാർഷികം ഏപ്രിൽ 26-ന് കണ്ണൂരിലെ കായിക പ്രേമികളും അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും അടങ്ങിയവരുടെ കൂട്ടായ്മയായ ഗുരുസ്മരണ റെസ്ലിംഗ് ഫിയസ്റ്റ 2025 മെഗാ ഇവന്റ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 26-ന് ടൗൺ സ്ക്വയറിലാണ് പരിപാടി. ഇതിന് മുന്നോടിയായി ലഹരിക്കെതിരെ വ്യായാമം എന്ന പേരിൽ വിളംബര ജാഥ സംഘടിപ്പിക്കും. ബുധനാഴ്ച 3 മണിക്ക് സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര പ്രഭാതി ജംഗ്ഷനിൽ അവസാനിക്കും. ഇരിട്ടിയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണം, ഹോട്ടലുകൾ ഉൾപ്പെടെ 4 സ്ഥാപനങ്ങൾക്ക് 30,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ഇരിട്ടി ടൗണിൽ പ്രവർത്തിക്കുന്ന തൗഫീഖ് ഹോട്ടൽ, പ്രിയ ഹോട്ട് ആൻഡ് കൂൾ റെസ്റ്റോറന്റ്, മഹീന്ദ്ര ഫിനാൻസ്, യുവറാണി ടെക്സ്റ്റൈൽസ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് പിഴ ചുമത്തിയത്. ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ ശേഖരിച്ചതിനും മറ്റ് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനുമാണ് സ്ഥാപനങ്ങൾക്ക് സ്ക്വാഡ് പിഴ ചുമത്തിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇരിട്ടി നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് ഇരിട്ടി ടൗണിൽ പ്രവർത്തിക്കുന്ന തൗഫീഖ് ഹോട്ടൽ, പ്രിയ ഹോട്ട് ആൻഡ് കൂൾ റെസ്റ്റോറന്റ്, മഹീന്ദ്ര ഫിനാൻസ്, യുവറാണി ടെക്സ്റ്റൈൽസ് എന്നീ സ്ഥാപനങ്ങൾക്ക് 30,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. തൗഫീഖ് ഹോട്ടലിന്റെ അടുപ്പിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിനും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ ചാക്കിൽ ശേഖരിച്ചു വെച്ചതിനും അടുക്കളയുടെ പുറകിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനുമാണ് സ്ക്വാഡ് 10,000 രൂപ പിഴ ചുമത്തിയത്. പ്രിയ ഹോട്ട് ആൻഡ് കൂൾ റെസ്റ്റോറന്റ് എന്ന സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ അടുക്കളയിൽ നിന്നുള്ള മലിനജലം തുറസായി ഒഴുക്കിവിടുന്നതായും മലിനജല ടാങ്ക് ലീക്ക് ചെയ്ത് മലിനജലം തുറസായി കെട്ടിക്കിടന്ന് പ്രദേശത്ത് ദുർഗന്ധം പരത്തുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. കൂടാതെ അടുക്കളയുടെ പുറത്തും ഹോട്ടൽ പരിസരങ്ങളിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. ഹോട്ടലിന് 10,000 രൂപ പിഴ ചുമത്തുകയും ഖരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സ്ക്വാഡ് ഹോട്ടൽ ഉടമയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. മഹീന്ദ്ര ഫിനാൻസ് ഇരിട്ടി ബ്രാഞ്ചിലെ സ്ഥാപനത്തിന് പുറകിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിനും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനും സ്ക്വാഡ് 5,000 രൂപ പിഴയിട്ടു. യുവറാണി ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ പുറകുവശത്ത് സ്ഥാപനത്തിലെ ജീവനക്കാർ ഭക്ഷണം കഴിച്ച ശേഷമുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും അലക്ഷ്യമായി തള്ളിയതിന് സ്ക്വാഡ് 5,000 രൂപ സ്ഥാപനത്തിനും പിഴ ചുമത്തി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗങ്ങളായ ഷെരീഖുൽ അൻസാർ, അലൻ ബേബി, ദിബിൽ CK, ഇരിട്ടി നഗരസഭ റവന്യൂ ഇൻസ്പെക്ടർ ബിനോയ് C തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,290, പവന് 74,320 രൂപ, വെള്ളി 110 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരച്ചു കയറി SFI. പ്രതിഷേധം MA ഹിസ്റ്ററി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നിന്നും പാലയാട് ക്യാമ്പസിലേക്ക് മാറ്റുന്നതിനെതിരെ വൈസ് ചാൻസലർ RSS ഏജന്റ് എന്ന SFI. തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് VC. ഷൈൻ ടോം ചാക്കോക്കെതിരായ ലഹരി കേസ് ഗൗരവതരമെന്ന് മന്ത്രി P രാജീവ്. നാട് ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പോരാടുന്നു. സർക്കാർ സംവിധാനങ്ങളെല്ലാം സജ്ജം. നടപടികളിൽ നിന്നും ഒരാൾ പോലും രക്ഷപ്പെടില്ലെന്നും P രാജീവ്. തകർന്നു കിടക്കുന്ന മരപ്പണി മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെടണം. മാർച്ചും ധർണയും സംഘടിപ്പിച്ച് കാർപ്പന്ററി വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. സഹകരിച്ച് വിശ്വകർമ്മ യോജന കോർഡിനേഷൻ കമ്മിറ്റിയും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.